ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഉമറിന്റെ മുന്നിലേക്ക് ഒരു കേസ് വരികയാണ്. എന്താണ് കേസ്? ആ കേസ് ഷജറത്തുൽ ബൈഅ എന്ന മരമുണ്ട്. മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന വഴി ആ മരത്തിനൊരു ചരിത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ സ്വപ്നം കണ്ടിട്ട്, മക്കയിലേക്ക് പോകാൻ അനുമതി കിട്ടിയിട്ടുള്ള സ്വപ്നം കണ്ടിട്ട് ഉംറയ്ക്ക് വേണ്ടി പോയി. ഉംറയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് ആരനുവദിച്ചില്ല? ഖുറൈശികൾ അനുവദിച്ചില്ല. മക്കയുടെ പുറത്ത് അവർ തമ്പടിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംസാരിക്കാൻ വേണ്ടി അവരുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞയച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്നില്ല. അദ്ദേഹത്തിന്റെ മടങ്ങി വരവ് കാണാതിരുന്നപ്പോ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു കിംവദന്തി വരുന്നു. എന്താണ്? ഉസ്മാനിനെ അവർ കൊലപ്പെടുത്തിയിരിക്കുന്നു. ആ സമയം പ്രവാചകൻ ഒരു മരത്തിന്റെ കീഴിലേക്ക് പോയി, എന്നിട്ട് കൈ നീട്ടി, എന്നിട്ട് പറഞ്ഞു, മുഅ്മിനുകളെ, ഒന്നുകിൽ ഉസ്മാനിനെയും കൊണ്ട് നാം മദീനയിലേക്ക് തിരിച്ചു പോകും, അതല്ലെങ്കിൽ ഉസ്മാൻ കൊല്ലപ്പെട്ടതുപോലെ ഈ മണ്ണിൽ നമ്മൾ പോരാടി മരിക്കും. തയ്യാറുള്ളവർ എന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ആ യാത്രികരുടെ കൂട്ടത്തിൽ ഒരാൾ പോലും ഒഴിയാതെ സകല മനുഷ്യരും വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്തു. ആ സംഭവത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹു സംസാരിക്കുന്ന അല്ലാഹു പറയാൻ, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ فعلم ما في قلوبهم فأنزل السكينة عليهم وأثابهم فتحا قريبا. അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ മരത്തിന്റെ കീഴിൽ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾ ബൈഅത്ത് ചെയ്തപ്പോ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലെ ആത്മാർത്ഥതയെ അള്ളാഹു തൊട്ടറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ആ ഹൃദയത്തിലേക്ക് പടച്ചറബ് സമാധാനം ഇറക്കിയിരിക്കുന്നു. ഇതിന് പകരമായി വലിയൊരു വിജയമിതാ വരാനിരിക്കുകയാണ്. മക്ക എന്ന നാട് ഇസ്ലാമിന്റെ കീഴിലേക്ക് വരാനിരിക്കുകയാണ്. ഈ സംഭവം നടന്ന മരമാണിത്. അള്ളാന്റെ റസൂലിന്റെ കാലം കഴിഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും കാലം കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന സമയത്ത് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറയ്ക്ക് പോകുന്ന ആളുകൾ ആ മരത്തിന്റെ താഴെ വിശ്രമിക്കാൻ തുടങ്ങി. അതിൽ വാള് കൊളുത്തിയിടാൻ തുടങ്ങി. അവിടെ കിടന്ന് നിസ്കരിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് ദുആ ചെയ്യാൻ തുടങ്ങി. ഇതറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? ആ ഖുർആനിൽ പറഞ്ഞ മരല്ലേ, അള്ളാന്റെ സക്കീനത്ത് ഇറങ്ങിയ മരല്ലേ, മക്ക വിജയത്തിന് കാരണമായ മരല്ലേ, അതുകൊണ്ട് അവിടെ നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി വെള്ളമൊക്കെ വെച്ചു കൊടുത്ത് അവിടെ സംവിധാനം ചെയ്യാണോ ചെയ്തത്? അല്ല. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഒരു വേര് പോലും അവശേഷിക്കാത്ത രീതിയിൽ ആ മരം വെട്ടി വേരോടെ പിഴുതു കളയണമെന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്താ കാരണം പ്രിയപ്പെട്ടവരെ? ഇന്ന് ആ മരത്തിന്റെ ചോട്ടിൽ ഇരിക്കും, നാളെ ആ മരത്തിന്റെ ചോട്ടിൽ നിസ്കരിക്കും, മറ്റന്നാളെ ആ മരത്തിന്റെ ചോട്ടിൽ ദുആ ചെയ്യും, അതിന്റെ അപ്പുറത്ത് ആ മരത്തിൽ നിന്ന് തബറുക്കെടുക്കും, അതിന്റെ അപ്പുറത്ത് ആ മരത്തിനോട് സങ്കടം പറയും, അതിന്റെ അപ്പുറത്ത് ആ മരത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യും. ഇങ്ങനെ ഘട്ടം ഘട്ടം ഘട്ടമായിട്ടാണ് പിശാച് മനുഷ്യരെ വഴിതെറ്റിക്കുക എന്ന് കാര്യബോധമുള്ള അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു മനസ്സിലാവുകയും ആ മരം മുഴുവൻ വെട്ടി നശിപ്പിക്കുകയും ചെയ്തു എന്നാണ്. നമ്മുടെ നാട്ടിലെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏതോ ഒരു മുടി കിട്ടിയപ്പോ ആ മുടിയുടെ പേരിൽ ഇല്ലാത്ത പൊല്ലാപ്പൊന്നുമില്ല. ആ മുടിയിട്ട വെള്ളം കുടിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്ത് അങ്ങാനും ആണ് ഈ ഒരു സംഭവമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. അനാവശ്യമായ ഭയവും അനാവശ്യമായ പ്രതീക്ഷയും മനുഷ്യ മനസ്സുകളിൽ നിറച്ചിട്ട് അവരെ സാമ്പത്തികമായും ശാരീരികമായും ബന്ധങ്ങൾ തകർത്തുകൊണ്ടും ചൂഷണം ചെയ്യുന്ന അന്ധവിശ്വാസങ്ങൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈമാൻ പൂർത്തിയാവുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാലോ, സൂറത്തു യാസീനിൽ എന്താണ് ത്വയ്ർ എന്ന് പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയുന്ന ആളുകളെ കുറിച്ച് എന്താ പറയാറിയോ? ഓ നിരീശ്വരവാദിയാണ്, ഓ യുക്തിവാദിയാണ്, ഓ പുത്തംവാദിയാണ്, ഓ വഹാബിയാണ്, ഓ പറയുന്നത് കേൾക്കാൻ പാടില്ല, ഓ തോന്നിയവാസിയാണ് എന്നൊക്കെ പറയും. ഈ പറച്ചിൽ ഇന്നൊന്നും തുടങ്ങിയതല്ല. ഈ പറച്ചിൽ ഇന്നൊന്നും തുടങ്ങിയതല്ല. മറിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു യാസീനിന്റെ 19-ാമത്തെയും 20-ാമത്തെയും ആയത്തുകൾ, 18-ാമത്തെയും 19-ാമത്തെയും ആയത്തുകളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുകയും ബിംബങ്ങൾ നിങ്ങൾ കൈവിടുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ആ വിഭാഗം ആളുകൾ പറഞ്ഞെന്തറിയോ? ഖാലു ഇന്നാ തതയ്യർനാ ബികും. നിങ്ങൾ ശകുനാണ്, നിങ്ങളെ കാണുന്നത് തന്നെ ശകുനാണ്, നിങ്ങൾ ദുശകുനങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ലഇല്ലം തൻതഹു ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. നിങ്ങൾ ഈ വർത്താനം നിർത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞാട്ടുകയും കൊല്ലുകയും ചെയ്യും എന്നാണ് ഈ വിഭാഗം ആളുകൾ പറഞ്ഞത്. ആ സമയം ആ പ്രവാചകന്മാർ പറഞ്ഞെന്താ അറിയോ? ഖാലൂ ത്വാഇറുകും മഅകും
അഇൻ ദുക്കിറതും ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. ശകുനം ഞങ്ങളല്ല നിങ്ങളാണ്, ശകുനം ഞങ്ങളല്ല നിങ്ങളാണ്. നിങ്ങൾക്ക് അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഹൃദയം നോവുന്നുണ്ടെങ്കിൽ, ഭ്രാന്ത് പിടിക്കുന്നുണ്ടെങ്കിൽ, ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ ശകുനം ഞങ്ങൾക്കല്ല നിങ്ങൾക്കാണ് എന്ന് ആ പ്രവാചകന്മാര് തിരിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു മനസ്സ് മുസ്ലിം ഉമ്മത്തിനുണ്ടാകേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അന്ധവിശ്വാസത്തിനെതിരെ പ്രതികരിക്കുന്നത് ചരിത്രകാരന്മാർ പറയുന്നു 11 വയസ്സുള്ളപ്പോഴാണ്. പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തി വെക്കുന്നത് അങ്ങനെയാണ്. 11 വയസ്സുള്ളപ്പോഴാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ തലച്ചോറ് ഉപയോഗിച്ചു, തന്റെ ബുദ്ധി ഉപയോഗിച്ചു. ഇബ്രാഹിം നബിയുടെ വാപ്പയായ ആസർ എന്ന് പറയുന്ന മനുഷ്യന്റെ ജോലി എന്തായിരുന്നു? ബിംബം ഉണ്ടാക്കുക എന്നതായിരുന്നു. ബിംബം ഉണ്ടാക്കിയിട്ട് വെക്കുക. ഇബ്രാഹിം നബി കാണുന്ന എന്താണ്? വീട്ടിലെത്തുമ്പോൾ കളിമണ്ണൊക്കെ കുഴച്ച് കണ്ണും മൂക്കൊക്കെ വെച്ചുകൊടുത്ത് കാലും കൈയൊക്കെ തരപ്പെടുത്തി തന്റെ ഉപ്പുണ്ടാക്കുന്ന ബിംബം പുറത്തിറങ്ങുമ്പോൾ കാണുന്ന എന്താണ്? ഈ ബിംബത്തിന്റെ മുന്നിൽ ആകെ ബേജാറായി പ്രയാസപ്പെട്ട് ഈ ബിംബത്തിന് എന്തൊക്കെയോ കഴിയുമെന്ന് വിചാരിച്ചിട്ട് ആ ബിംബത്തിന് മുന്നിൽ ആരാധിക്കാൻ. അപ്പൊ ഇബ്രാഹിം നബിക്കറിയാം ഇത് എന്റെ വീട്ടിലുണ്ടാക്കിയ ബിംബം എന്നല്ലേ, ഇതിനെന്ത് പ്രത്യേകതയാണുള്ളത്? ഇനി ഏറ്റവും വലിയ രസം അതല്ല, ഇബ്രാഹിം നബിയുടെ വാപ്പ തന്നെ ആ ബിംബത്തെ ആരാധിക്കാൻ. സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ബിംബത്തിന്റെ മുന്നിൽ ആരാധനകൾ അർപ്പിക്കുന്ന അന്ധവിശ്വാസിയായ ബാപ്പാക്ക് മുന്നിൽ ഇബ്രാഹിം നബി ചോദിച്ചു, യാ അബത്, പൊന്നു വാപ്പ, ലിമ തഅബുദു മാ ലാ തസ്മഉ വലാ തുബ്സിറു വലാ യുഗ്നി അൻക ഷൈഅ. കാണാനും കഴിയില്ല, കേൾക്കാനും കഴിയില്ല, ഒരു കാക്ക വന്ന് കാഷ്ടിച്ചാൽ അത് തുടച്ചു നീക്കാൻ പോലും കഴിയില്ല, ഉപകാരവും ഇല്ല, ഉപദ്രവവും ഇല്ല. ഇങ്ങനത്തെ ഒരു സംഗതിനെ എന്തിനാണ് വാപ്പ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോ വാപ്പാന്റെ മറുപടി എന്തായിരുന്നു? അറാദിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം. ഇബ്രാഹിം, നീ എന്റെ ഇലാഹുകളെ കുറ്റം പറയേ, നീ എന്റെ ഇലാഹുകളെ തള്ളിപ്പറയേ, നീ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ ഇനി മുതൽ നീ വീട്ടിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുറത്താക്കിയത് അന്ധവിശ്വാസത്തിനെതിരെ പ്രതികരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അന്ധവിശ്വാസത്തിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം, നന്നായി പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ ഇതൊക്കെ പറയുന്ന ആളുകളോട് ഇത് നമ്മളിങ്ങനെ മൊയ്‌ദി ശൈഖിന് അങ്ങനെയുള്ള കഴിവുകളൊന്നുമില്ല, അദൃശ്യം അറിയില്ല, ഉപദ്രവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് ചില ആളുകൾ പറയും, പൊരുത്തക്കേട് വിട്ടുട്ടാ, പൊരുത്തക്കേട് വിട്ടും നീ ചോര ഛർദ്ദിച്ച് മരിക്കും, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന് അസുഖം വരും, നീ ആകെ മുടിഞ്ഞു പോകും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറഞ്ഞ മറുപടി എന്താ? ഇത് നമ്മളോട് മാത്രമല്ല പറഞ്ഞത്. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത്, കൊല്ലങ്ങൾക്കപ്പുറത്ത് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമുദായത്തോട് ഈ ഇലാഹുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞെന്താ അറിയോ? ഇന്നഖൂലു ഇല്ല അതറാക ബഅദു ആലിഹതിനാ ബിസൂ. ഞങ്ങളുടെ ഇലാഹുകളിൽ നിന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട് നിന്നെ ബാധിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ആരാധ്യന്മാരിൽ നിന്ന് എന്തോ ഒരു പൊരുത്തക്കേട് നിന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ ആളുകൾ പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്നറിയുമോ? ഖാല ഇന്നി ഉഷ്ഹിദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സാക്ഷ്യം വഹിക്കുകയാണ്, വഷ്ഹദൂ, നിങ്ങളും സാക്ഷ്യം വഹിക്കുക, അന്നീ ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ പങ്കുചേർക്കുന്ന ഒന്നിനെയും എനിക്കൊരു വിലയുമില്ല, ഞാനതിനെ പേടിക്കുന്നില്ല, അതുമായി എനിക്കൊരു ബന്ധവുമില്ല. മിൻ ദൂനിഹി, എന്റെ റബ്ബിനെ അല്ലാതെ, ഫകീദൂനി ജമീഅ, അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്തുകൊള്ളുക. എന്തൊരു വർത്താനാണ് പ്രിയപ്പെട്ടവരെ! ഒരു സമുദായം മുഴുവൻ പേടിപ്പിക്കണ്ട, ആ പൊരുത്തക്കേട് കിട്ടും, നീ നശിച്ചു പോവും. ഹൂദ് നബിയുടെ മറുപടി എന്താ അറിയോ? ഫകീദൂനി ജമീഅ, നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങൾ ചെയ്തോ, നിങ്ങളെ കൊണ്ട് എന്താണോ പറ്റുന്നത് നിങ്ങളത് ചെയ്തോ. സുമ്മലാത്തുന്ദുറു, നിങ്ങൾ ആര് മൈൻഡ് ചെയ്യാൻ പോകും? നിങ്ങളെ ഈ പേടിപ്പിക്കലും നിങ്ങളുടെ ഈ ഭീഷണിപ്പെടുത്തലും ആര് വില വെക്കുന്നു കൂട്ടരെ? എന്നിട്ട് ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ബാക്കി പറയാൻ, ഇന്നി തവക്കൽതു അലല്ലാഹ്, അല്ലാഹു അക്ബർ, വല്ലാത്ത വാക്കാണ്. ഇന്നി തവക്കൽതു അലല്ലാഹ്, ഞാൻ ഇതാ എന്റെ റബ്ബിൽ വരമേൽപ്പിക്കുകയാണ്, അല്ലാഹുവിൽ വരമേൽപ്പിക്കുകയാണ്. റബ്ബി വറബ്ബിക്കും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിൽ. മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ, എന്റെ റബ്ബിന്റെ നിയന്ത്രണത്തിലല്ലാതെ ഒരു ജീവജാലങ്ങളും ഈ ഭൂമി ലോകത്തില്ല, ഈ മഹാപ്രപഞ്ചത്തിലില്ല. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വർത്താനം, ഈ ഒരു വർത്താനം തിരിച്ചു പറയാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയാണ് മറുപടി പറയേണ്ടത്. അന്ധവിശ്വാസമായിട്ട് പേടിപ്പിക്കാൻ വരുന്ന ആളുകളോട് എന്താണോ നിന്നെ കൊണ്ട് പറ്റുന്നത് അത് ചെയ്തോ, ആയിക്കോട്ടെ,
ചില ആളുകളൊക്കെ മെസ്സേജ് അയക്കുമല്ലോ, ഈ മെസ്സേജ് നിങ്ങൾ 10 ആൾക്ക് ഫോർവേഡ് ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് വലിയ സൗഭാഗ്യം കിട്ടും, അവഗണിച്ചാൽ മരിച്ചു പോകും. മരിക്കട്ടെ എന്ന് തിരിച്ചു പറയാൻ നമുക്ക് അവിടെയാണ് തവക്കുൽ പ്രിയപ്പെട്ടവരെ. അല്ലാണ്ട് ഒരു മെസ്സേജ് വരുമ്പോൾ പേടിച്ചു പോകുന്ന, ABCDയും അലിഫും ബാവും എഴുതിയ ഒരു മുട്ട കാണുമ്പോൾ ഭയപ്പെട്ടു പോകുന്ന, തകർന്നു പോകുന്ന ഈമാൻ ഒരു മുസ്ലിമിന് ഉണ്ടാവരുത്. അവിടെ തകർന്നു പോകേണ്ടതല്ല എന്ന മുസ്ലിമിനോട് അല്ലാഹ് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ അല്ലാഹ് പറയുന്നത് എന്താ? ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. ഖുൽ നബിയേ പറയാൻ പറയുക, ലൻ യുസീബനാ ഞങ്ങളെ ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ ഞങ്ങൾക്ക് അല്ലാഹു എഴുതിയതല്ലാതെ ഞങ്ങളെ ബാധിക്കുകയില്ല. ഹുവ മൗലാനാ അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി. എന്തൊരു വർത്തമാനമാണ് പ്രിയപ്പെട്ടവരെ. അല്ലദീന ഖാല ലഹുമുന്നാസ് അവരോട് ജനങ്ങൾ പറഞ്ഞാൽ, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ആളുകൾ ഇതാ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിരിക്കും, നിങ്ങൾ കൊല്ലപ്പെടാൻ പോവാണ്, നിങ്ങൾ ആക്രമിക്കപ്പെടാൻ പോകുകയാണ്. ഫഖ്ശൗഹും അതുകൊണ്ട് ഭയപ്പെടുക. അങ്ങനെ പറയപ്പെട്ടാൽ അവരുടെ പ്രതികരണം എന്താണ്? ഫസാദഹും ഈമാനാ അവരുടെ ഈമാനത വർദ്ധിക്കുകയാണ്. വഖാലു അവർ പറയുകയാണ്, ഹസ്ബുനല്ലാഹ് ഞങ്ങൾക്ക് അല്ലാഹു മതിയായവനാണ്. വനിഅ്മൽ വകീൽ ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ പടച്ച റബ്ബ് തന്നെയാണ്. എത്ര സുരക്ഷിതമായ ജീവിതം, എത്ര സമാധാനപരമായ ജീവിതം. എനിക്ക് എന്ത് രോഗം വന്നാലും അത് എൻ്റെ റബ്ബ് എനിക്ക് വിധിച്ചതാണ്. എനിക്ക് ദാരിദ്ര്യം വന്നാൽ എൻ്റെ റബ്ബ് എനിക്ക് വിധിച്ചതാണ്. എനിക്ക് കഷ്ടപ്പാട് വന്നാൽ എൻ്റെ റബ്ബ് എനിക്ക് വിധിച്ചതാണ്. അല്ലാതെ എൻ്റെ റബ്ബിനല്ലാതെ എന്നെ ഉപദ്രവിക്കാൻ മറ്റൊരാൾക്കും സാധ്യമല്ല. എൻ്റെ റബ്ബിനല്ലാതെ എൻ്റെ ഉപദ്രവങ്ങൾ നീക്കാനും സാധ്യമല്ല എന്ന അടിയുറച്ച വിശ്വാസം പ്രിയപ്പെട്ടവരെ. നിസ്കാരം കഴിഞ്ഞാൽ ഈ ജുമാ കഴിഞ്ഞാൽ പോലും നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ചെന്താ? അല്ലാഹുമ്മ അല്ലാഹുവേ ലാ മാനിഅ ലിമാ അഅ്തൈത് നീ തടഞ്ഞത് തരാൻ ആരും കഴിയില്ല. വല മുഅ്തിയ ലിമാ മനഅത് നീ തന്നത് തടയാനും നീ തടഞ്ഞത് തരാനും ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ 10,000-കണക്കിന് സംഗതികളെ ഭയപ്പെടുന്ന, പേടിക്കുന്ന, അസമാധാനം നിറഞ്ഞൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളോട് ഗുഡ് ബൈ പറയുക, അന്ധവിശ്വാസങ്ങളുമായി മുഖം തിരിഞ്ഞ് നിൽക്കുക, അതിനെ ശക്തമായി എതിർക്കുക. അന്ധവിശ്വാസത്തെയും അന്ധവിശ്വാസികളെയും സമൂഹത്തിൽ എക്സ്പോസ് ചെയ്യേണ്ടത് മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യതയാണ്. കാരണം ഇസ്ലാം കടന്നു വന്നത് സകല അന്ധവിശ്വാസങ്ങളുടെയും വേരെടുത്തിട്ടാണ്, കടക്ക് കത്തിവെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പത്തരമാറ്റ് പരിശുദ്ധിയുള്ള വിശ്വാസം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.